കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. പല ആളുകളും നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാൻ ചില പ്രത്യേക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചില വാക്കുകൾ പറയുക സർവ്വസാധാരണമാണ്. ആ സമയത്ത് നമുക്കുള്ള ധൈര്യം കൂടെ നഷ്ടപ്പെട്ടു പോകും. ആ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കുവാൻ തുടങ്ങും. അതിനെ മറികടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയാതെ വരും. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ സന്ദർഭം. ഇങ്ങനെയുള്ളതായ സമയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകൾ മരണാസന്നയായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ യേശു കർത്താവിൻ്റെ കാൽക്കൽ വീണ് കരയുവാൻ യായിറോസ് നേരിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം. അതെ, യേശു കർത്താവ് അവനോട് കൂടെ പോയി. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ പുരുഷാരം, അതിനിടയിലൂടെ ഒരു സ്ത്രീ തിക്കിത്തിരക്കി വന്ന് അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അവൾ സൗഖ്യമായി, അവളുടെ രക്തസ്രാവം നിന്നു. അതെ, കർത്താവ് അവളുടെ വിശ്വാസത്തെ ശ്ലാഘിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു. അവർ പറയുന്നു, കുഞ്ഞ് മരിച്ചുപോയി, അതുകൊണ്ട് ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട. അവിടെ എഴുതിയിരിക്കുന്ന പദമാണ് എൻ്റെ ഇന്നത്തെ പ്രസക്തമായ വിഷയം. കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ, ആ വാക്ക് കാര്യമാക്കിയില്ല. ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്നതായ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങൾ വരുമ്പോൾ അത് ചില ആളുകൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ കെടുത്തുവാനൊക്കെ തക്കതായ ചില വാക്കുകൾ പറയും. അവർ പറയുന്നത് ഒരുപക്ഷെ വാസ്തവമായിരിക്കും. എന്നാൽ വിശ്വാസ ജീവിതമോ ആത്മീക ജീവിതമോ ആത്മീയമായ കുതിപ്പോ ഇതുമായിട്ട് യോജിച്ച് നിൽക്കുന്നതല്ല. അതിനെ മറികടന്നു എങ്കിൽ മാത്രമേ ചിലത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ, അതെ, പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏതൊരു പിതാവിനും തൻ്റെ മകളുടെ അല്ലെങ്കിൽ തൻ്റെ പൈതലിൻ്റെ മരണവാർത്ത അത് തന്നെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുമ്പോഴും ദൈവാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെട്ടു പോകരുത്. കാരണം അരുമനാഥൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് സാധിക്കാത്തതായ ഒരു കാര്യവുമില്ല. കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യാക്കോബിൻ്റെ സഹോദരനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിൽ ചെന്ന്, പള്ളിപ്രമാണിയുടെ വീട്ടിൽ ചെന്ന് അവിടെ കരയുന്നതായ നിലവിളിക്കുന്നതായ ആളുകളെ ഒക്കെ പുറത്താക്കി. കർത്താവ് അവരോട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാകുന്നു. അവർ പരിഹസിച്ചു. അതെ, ചില ആളുകൾ നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുവാൻ മുൻപോട്ട് വരും. എന്നാൽ കർത്താവ് അതും കാര്യമാക്കിയില്ല എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു. അതെ, ആ കുഞ്ഞ് എഴുന്നേറ്റു. വിശ്വാസത്തോടെ ചിലതിനോട് കൽപ്പിക്കുവാൻ, വിശ്വാസത്തോടെ ചിലതിനോട് ഇടപെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാണ്. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന്മേൽ അത്ഭുതം നടക്കും. എൻ്റെ കർത്താവ് കൂടെയുണ്ട്, കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവനാണ് കൂടെയുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകുകയില്ല, അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ, ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിശ്വാസത്തിൻ്റെ അതിതീവ്രമായ അനുഭവത്തിലേക്ക് ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യ നാമം.